അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തൊട്ടേ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കുകയും ചെയ്തു നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ. പക്ഷേ അങ്ങനെയൊന്നുമില്ല, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ മഴയൊക്കെ പോയിട്ടുണ്ട്. എനിവേ നമ്മുടെ കുഞ്ഞാപ്പി 3 months കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അവൻ എന്തെങ്കിലും ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എടുക്കണം. ഇതുവരെ അതൊന്നും ആ ഭാഗത്തോട്ടൊന്നും നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇന്ന് എടുക്കാൻ പോകണം എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് സെറ്റാക്കണ തിരക്കിലാണ് കേട്ടോ. ഇന്നാണെങ്കിൽ നിഷുവിന് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ അവളെയും പറഞ്ഞയച്ചിട്ട് വേണം നമുക്ക് പോകാൻ. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് അപ്പവും തക്കാളി ചട്നിയൊക്കെ ആയിരുന്നേ. അങ്ങനെ ഓരോന്നായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ നമ്മുടെ കർമൂസ ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് തരുവാണ് ഇപ്പോൾ ചേട്ടാ. ഇന്ന് കർമൂസയും പരിപ്പൊക്കെ ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. നിഷുവിന് ഇന്ന് സ്കൂളിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ കോവയ്ക്ക ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എനിക്കിന്ന് മൊത്തത്തിലൊരു സുഖമില്ലാത്തൊരു ദിവസമാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വോയിസ് ഓവറിലും മനസ്സിലാവുന്നുണ്ടാകും, വലിയ ഉഷാറൊന്നുമില്ല. പനിയുടെ സ്റ്റാർട്ടിംഗ് ആണെന്ന് തോന്നുന്നു. മൊത്തത്തിലൊരു ടയേർഡും എല്ലാം കൊണ്ടും ഒരു ഓക്കെ അല്ലാത്ത പോലെ. ഈ ഒരു സെയിം ഡേ അനിയത്തിയും കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അവരൊക്കെ പനിച്ച് ഒരു സൈഡായിട്ട് അവിടെ അങ്ങ് കിടക്കുന്നുണ്ട്. അന്നേരം എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നേ. ഈ വോയിസ് ഓവർ കൊടുക്കണ ഈ ഒരു ദിവസമാണ് എനിക്ക് ഓരോന്നായിട്ട് വരാൻ തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ കോവക്ക ഫ്രൈ ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ അവളുടെ ലഞ്ച് ബോക്സ് ഒന്ന് സെറ്റാക്കി കൊടുക്കുവാണേ. എപ്പോഴാണോ നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടി തീരുമാനമാകുന്നത് അന്നേരം തന്നെ നമ്മൾ ലഞ്ച് ബോക്സും കൂടെ അങ്ങ് സെറ്റാക്കി കൊടുക്കും കേട്ടോ. അത് നേരത്തെ കാലത്ത് തന്നെ അങ്ങ് തീരുമാനാക്കിയ എന്തോ വലിയ ഭാരം ഒഴിഞ്ഞ പോലെയാണ്. പിന്നെ ഈ ചോറൊക്കെ ഒന്ന് ചൂടാറി കിട്ടുകയും വേണം. അപ്പോൾ ഇത് ആദ്യം തന്നെ അങ്ങ് ആക്കിയെടുത്താൽ അത് ചൂടാറുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ അവളുടെ ബാക്കി പരിപാടികളൊക്കെ തീരുമാനാക്കി കൊടുക്കാം. അതായത് മുടികെട്ടൽ, അവളുടെ മേക്കപ്പ് കാര്യങ്ങൾ, അതൊക്കെ അങ്ങ് ശരിയാക്കി കൊടുക്കാം. അങ്ങനെ നിഷുവിനുള്ള ചോറും കോവക്ക ഫ്രൈയും ഒക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈത്തപ്പഴത്തിൻ്റെ അച്ചാറുണ്ടെന്ന് കണ്ടപ്പോൾ അവൾക്ക് അതും കൂടെ വേണമെന്ന് പറഞ്ഞു. സോ അതും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലഞ്ചൊക്കെ സെറ്റാക്കിയ സ്ഥിതിക്ക് സ്നാക്സ് ബോക്സും കൂടെ അങ്ങ് സെറ്റാക്കി കൊടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ടാസ്ക്. സോ ഇന്നത്തെ സ്നാക്സ് സ്പെഷ്യൽ വന്നിട്ട് ഉണ്ണിയപ്പം ഉണ്ട് കേട്ടോ. ഉണ്ണിയപ്പം ഡേറ്റ് കഴിഞ്ഞതാണ് ഗൈസ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ഒരു 2 ഉണ്ണിയപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 ബിസ്ക്കറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ അവളുടെ മുടിയൊക്കെ ഒന്നങ്ങ് റെഡിയാക്കി കൊടുക്കുകയാണേ. ഇപ്പോൾ മൊത്തത്തിൽ പനിയുടെ സീസണാന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പനിയെ കൂടാതെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് മഞ്ഞപ്പിത്തം കൂടെ അങ്ങ് ലാൻഡ് ചെയ്യണമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതിരിക്കട്ടെ അല്ലേ. നമുക്കുണ്ടല്ലോ കുഞ്ഞാപ്പിക്ക് എന്തെങ്കിലും വരുമോ എന്നുള്ള പേടിയാണ്. അവന് ഇതുവരെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആവട്ടെ. അങ്ങനെ നിഷുവിൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയതിന് ശേഷം അവളെ നമ്മൾ സ്കൂളിലോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണേ. ഇന്നങ്ങനെ ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാക്കാനുള്ള ഒരു മൂഡൊന്നും ഇല്ലായിരുന്നേ. പിന്നെ ഒന്നാമത് നമുക്ക് പോവുകയും വേണം. അപ്പം അങ്ങനെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനും വയ്യ. സോ ഇന്നത്തെ സ്പെഷ്യൽ വന്നിട്ട് നമുക്ക് പരിപ്പും കർമൂസയും കൂടെ വെച്ചിട്ടുള്ള ഒരു കറിയും പിന്നെ കോര ഫ്രൈയും കൂടെയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ അങ്ങ് ആക്കിയെടുക്കുന്നുണ്ട്. ഈ ഒരു മീനിന് നമ്മളിവിടെ കോര മീൻ, അതേപോലെ തന്നെ പുതിയാപ്പിളക്കോര അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് കേൾക്കല്. നിങ്ങളുടെ അവിടെ എന്തൊക്കെയാണ് പറയാമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പല നാട്ടിലും പല പേരാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബത്തൽ മീൻ കട്ട് ചെയ്ത ടൈമിൽ കുറേ പേര് അത് കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ വേറെ പേരുകളൊക്കെയാണ് പറയാന്നുള്ളത്. സോ ഈ ഒരു കോരമീനെ നിങ്ങൾ എന്താ പറയാമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായയൊക്കെ കുടിച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ട്. കുഞ്ഞാപ്പി ഓൾറെഡി മാറ്റി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാനും അനിയത്തിയും കൂടെ കൂടിയിട്ടാണ് പോകുന്നത്. നമുക്കുണ്ടല്ലോ വീടിൻ്റെ അടുത്ത് തന്നെ ഓട്ടോ ഒന്നും കിട്ടില്ല. ജസ്റ്റ് ഒന്നിങ്ങ് നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ നടന്നു പോയാൽ മാത്രമേ നമുക്ക് ഓട്ടോ കിട്ടുള്ളൂ. ഫൈനലി നമ്മൾ ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ട്. ഇത് അർച്ചന ജ്വല്ലറി എന്നാണ് പറയുക. നമ്മുടെ മഞ്ചേരിക്കാർക്കൊക്കെ അറിയാം. പണ്ട് തൊട്ടേ ഉള്ളൊരു കടയാണ്. ഇപ്പച്ചി പറയുന്നത് കേൾക്കാം, എൻ്റെയും അനിയത്തിയുടെ ഒക്കെ കാത് വരെ ഇവിടെ നിന്നാണ് കുത്തിയത് എന്നൊക്കെ. കുഞ്ഞാപ്പിക്ക് നമ്മൾ ഗോൾഡിലല്ല എടുക്കണത് കേട്ടോ. നമ്മൾ സിൽവറിലാണ് അവന് സെലക്ട് ചെയ്യണത്. എല്ലാം വാങ്ങിക്കണുണ്ട്, കഴുത്തിലും കാലിലും എല്ലാം മൊത്തത്തിൽ അങ്ങ് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. അത്യാവശ്യം നല്ല കട്ടിയിലും തൂക്കത്തിലൊക്കെ എടുക്കണമെന്ന് ഹസ്ബൻഡ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. കാരണം കുറേ കാലം പഠിച്ചവൻ ആയുസ്സും ആരോഗ്യം തരട്ടെ, അത് വേറെ വിഷയം. അപ്പോൾ കുറേ കാലം ഇട്ട് കൊടുക്കാന്നുള്ള ലെവലിലേക്കാണ് നമ്മൾ എടുക്കുന്നത്. മാലയും വളയൊക്കെ നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ കാലിൽ ഇടുന്ന തണ്ട ഉണ്ടല്ലോ, അത് മുറുക്കാൻ ഇച്ചിരി പാടാണ്. സോ നമ്മൾ അവരെ കൊണ്ട് തന്നെ അങ്ങ് മുറിക്കിപ്പിക്കാമെന്ന് വിചാരിച്ച്. ഈ ഒരു ടൈമിലൊക്കെ കുഞ്ഞാപ്പി ഭയങ്കര ഗെറ്റപ്പിലാണ് നിൽക്കുന്നത് കേട്ടോ. അവൻ്റെ മേത്തൊന്നും തൊടുന്നത് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇറങ്ങിയ സ്ഥിതിക്ക് കുറേ ആയി നമ്മൾ പാർലറിലൊക്കെ ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് ത്രെഡ് ചെയ്യണം. ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഏകദേശം ഡെലിവറിക്ക് മുമ്പ് എങ്ങാണ്ട് എടുത്തതാണെന്നാണ് തോന്നുന്നത്. നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എടുക്കല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. ആകെ മൊത്തം സ്പ്രെഡ് ചെയ്ത് കിടക്കുമ്പോൾ
നമ്മൾ ഫേസിലോട്ട് നോക്കുമ്പോൾ തന്നെ ഒരു ബോറാണല്ലോ. പാർലറിന്റെ തൊട്ട് താഴെയാണ് ഈ ഒരു ചെരുപ്പ് കട വരുന്നത് കേട്ടോ. അപ്പോൾ നിഫ്ര കുട്ടന് ഡെയിലി യൂസിനുള്ള കുറച്ച് ചെരുപ്പൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് വീട്ടിലോട്ടുള്ള കുറച്ച് ബേക്കറി ഐറ്റംസ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ നേരെ പോവുകയാണേ. വീട്ടിലെത്തിയതിന് ശേഷം കുഞ്ഞാപ്പിയുടെ ബാക്കിയുള്ള ഓർണമെന്റ്സ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തു. ഇതൊക്കെ ഇട്ടിട്ട് ഞങ്ങളുടെ ചുട്ടുമണിനെ കാണാൻ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്നും പറയണേ. കൂട്ടത്തിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമന്റ് ബോക്സ് വഴി എന്നെ അറിയിക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്.